എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോ, എത്ര സമയം വേണമെങ്കിലും ഞാൻ ഇരുന്നു തരാം, എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞേ പോകും. ഇതാണ് വി.ഡി. സതീശൻ എല്ലായ്പ്പോഴും പറയാറുള്ളത്. എന്നാൽ ഒരു ചോദ്യം ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറി. ഇതൊക്കെ എന്ത് എന്ന ഭാവവുമായി. എന്തുകൊണ്ടായിരിക്കും അത്? ആദ്യം നമുക്ക് വി.ഡി. സതീശൻ്റെ ആ ഭാവം കാണാം. മറുപടി പറയുന്നില്ല. എന്ത് കാര്യത്തിന് മറുപടി പറയണത്? ഞാനിക്ക് അദാനിയായിട്ട് എന്താ ബന്ധം? ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഗോവിന്ദൻ മാഷ് പറയട്ടെന്ന്. പുള്ളിക്ക് എന്തെങ്കിലും പറയണ്ടേ? ആരെ സന്ദർശിച്ചെന്നാ പറഞ്ഞു? ഞാനേ സന്ദർശിച്ച് ആളെ അദാനിയുടെ ഏജന്റാണ് ആളെ കണ്ട ആളുകളുടെ ഫോട്ടോ മുഴുവൻ ഞാൻ കാണിച്ചു തരട്ടെ. ഈ കേരളത്തിൽ ബന്ധമുള്ള മക്കളെയൊക്കെ ഇവിടെ കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്, അവരുടെ മക്കളെ കേരളത്തിൽ കല്യാണം കഴിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആൾ. ആര്യാടൻ സാറിൻ്റെ ബന്ധുവാണ്, അകന്ന ബന്ധുവാണ് അദ്ദേഹം. കോഴിക്കോടും കാസർഗോഡും ഒക്കെ കുടുംബ ബന്ധങ്ങളുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഞാൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ എന്നോട് കണ്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ അദാനിയുടെ ഞാനെന്തിനാണ് പോയത് ഇലക്ഷൻ കാലത്ത്? അദാനിയുടെ എവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദാനിയായിട്ട് ഇവിടെ ബന്ധുസഭ ഉണ്ടാക്കാനാ? എന്തുവായി? അതിനിടയിൽ മാധ്യമപ്രവർത്തകൻ മറ്റൊരു ചോദ്യവും കൂടി ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ എന്തിനു പോയി എന്ന്. അതിന് അദ്ദേഹം നൽകിയ മറുപടിയുണ്ട്. അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് കേൾക്കാം. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വി.ഡി. സതീശൻ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ 3 ദിവസം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതിനു മുമ്പ് മെയ് 1-നായിരുന്നു യാത്ര. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ആൾ മുതൽ കണ്ട ആൾ വരെ സംശയത്തിൻ്റെ നിഴലിലാണ്. NDA നേതാക്കളെയാണ് കണ്ടത്. JDS നേതാക്കളാണ്, NDAയുടെ കക്ഷികളാണ്. അതോടൊപ്പം തന്നെ അദാനിയുടെ ഏറ്റവും മുതിർന്ന ഓഫീസറുമായും കൂടിക്കാഴ്ച നടത്തി. വീട്ടിൽ നിന്ന് ഭക്ഷണവും കൂടി കഴിച്ചാണ് അദ്ദേഹം അവിടെ നിന്നും വരുന്നത്. കർണാടക MLC-യും JDS നേതാവുമായ, JDS ഇപ്പോൾ NDAയുടെ ഘടകകക്ഷി കൂടിയാണ് എന്നോർക്കണം. എന്ന് വെച്ചാൽ NDA നേതാക്കൾ തന്നെയാണ് ഫറൂഖിയും മൊയ്തീനിയും. എന്തിനാണ് ഇവരെ കണ്ടത് എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല, ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഞാൻ അദാനിയുടെ പ്രതിനിധിയൊന്നും കണ്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ദൃശ്യങ്ങളിൽ അദാനിയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും കാണാൻ കഴിയും നമുക്ക്. എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തെക്കുറിച്ച് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് വി.ഡി. സതീശൻ? എന്തുകൊണ്ടാണ് കൃത്യം മറുപടി പറയാത്തത്? അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണ് എന്ന് പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറയാൻ പ്രതിപക്ഷ നേതാവായിരുന്ന ഒരാൾക്ക് കഴിയുമോ? അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയായ ഘട്ടത്തിലെങ്കിലും കൃത്യമായ മറുപടി പറയേണ്ടേ? ഇന്ന് ആവശ്യത്തിനാണ് കണ്ടത്, ഇന്ന് നാളെയൊക്കെയാണ് കണ്ടത് എന്ന്. ചാർട്ടേഡ് ഫ്ലൈറ്റിൻ്റെ ചാർജ് കൊടുത്തത് ആരാണ്? ആ ചോദ്യത്തിന് മറുപടി പറയണ്ടേ? വി.ഡി. സതീശൻ തന്നെയാണോ ഫ്ലൈറ്റിൻ്റെ ചാർജ് കൊടുത്തത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറയും, എൻ്റെ പൈസ എടുത്തിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്, അതിന് നിങ്ങൾക്ക് എന്താണ് കാര്യം എന്ന് ചോദിക്കാം. അല്ല, മറ്റൊരാളാണ് പൈസ കൊടുത്തിരിക്കുന്നത്. അത് റിജികുമാറാണോ? സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ SIT ചോദ്യം ചെയ്ത വ്യക്തിയാണോ പണം നൽകിയിരിക്കുന്നത്? എങ്കിൽ അത് മറ്റൊരു വലിയ പ്രശ്നമായി മാറുകയാണ്. എന്ന് വെച്ചാൽ ദുരൂഹമാണ് യാത്ര. അദാനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ച അവിടെ നടന്നോ? കേരളം അദാനിക്ക് വിൽക്കാൻ തീരുമാനിച്ചോ എന്നതൊക്കെ വിശദീകരിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഒഴിഞ്ഞു മാറിയത് കൊണ്ട് കാര്യമല്ല. അധികകാലം ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കാൻ കഴിയില്ല. മറുപടി പറയേണ്ടി വരും ദിവസങ്ങളിൽ.